എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുകയെ ആരോ ഒരാൾ അറ്റാക്ക് ചെയ്യാണ്. അത് കറക്റ്റായി കണ്ട സാസുക സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവന്റെ പവർ ഉപയോഗിച്ച് അവ- ആ വില്ലനെ ഒരൊറ്റ അടിക്ക് അങ്ങനെ താഴെയിടും. അപ്പോഴായിരിക്കും സാസുക അവന്റെ പുറകില് ഉച്ചയുടെ അടയാളം കാണുക. അവൻ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ സാസുക അങ്ങനെ ടേൺ ചെയ്ത് നോക്കും. അവന്റെ കണ്ണ് അത് സാസുകയെ പോലെ തന്നെ ശരീരം കണ്ണാണ്. സാസുക നീ ആരാണ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. പക്ഷെ അപ്പോഴേക്കും അവനവന്റെ പവർ ഉപയോഗിച്ച് അവിടുന്ന് മറഞ്ഞു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാറട അവളാണെങ്കിൽ ആ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. ലോർഡ് 7 അദ്ദേഹത്തെ പോയി കാണുകയാണെങ്കിൽ എന്റെ പപ്പ എവിടെയാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയുടെ മാൻഷൻ കാണിക്കും. അവിടേക്ക് സാസുകയുടെ മെസ്സേജുമായിട്ട് ഇപ്പൊ ഒരു പരുന്ത് പറന്നു വരും. ആ മെസ്സേജ് വായിച്ച് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. അവനുടനെ കാക്കാഷിയെ വിളിച്ച് ഇപ്പൊ കാര്യം പറയാൻ തുടങ്ങും. സാസുകയ്ക്ക് വലിയൊരു അറ്റാക്കിൽ പെട്ട് ചെറിയ പരുക്കളൊക്കെ പറ്റിയിരിക്കുകയാണ്. അവൻ അറ്റാക്ക് ചെയ്തത് ഉച്ചിയ ക്ലാനിലുള്ള ആരോ ഒരാളാണ്. കാക്കാഷി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം ഉച്ചിയ ക്ലാനില് ആകെ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുന്നത് ഒന്ന് സാസുകയും മറ്റൊന്ന് സാറടയോ ആണ്. ഉടനെ കാക്കാഷി പറയും, നമ്മൾ അറിയാത്ത ആരോ ഒരാള് ഉച്ചിയ ക്ലാനില് ജീവിച്ചിരിപ്പുണ്ട്. അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ചിന്ന പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ബോസിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ബോസ് ആ പയ്യനോട് ചോദിക്കും, നീ സാസുകയെ കണ്ടോ? അതിനവൻ പറയും, കണ്ടു. പക്ഷെ സാസുകയ്ക്ക് ഭയങ്കര പവറാണ്. എന്നെ കൊണ്ട് അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. അത് കേട്ട് ആ ബോസ് ചിരിക്കും. ആക്ച്വലി അവന്റെ റിയൽ പവർ പുറത്തെടുത്ത അവന്റെ അയലത്ത് നിന്നെ കൊണ്ട് പോകാനാവില്ല. അവൻ നിമിഷങ്ങൾ കൊണ്ട് നിന്നെ ഇല്ലാതാക്കും. അവൻ ഒറ്റ ഒരുത്തനാണ് അവന്റെ ചേട്ടൻ ഹിറ്റാച്ചെ ഇല്ലാതാക്കിയത്. ഉച്ചിയ ക്ലാനിന് പോലും അവൻ വലിയ അപമാനം ഉണ്ടാക്കി. നമ്മുടെ ലക്ഷ്യം ഉച്ചിയ കണ്ണ് അത് അവനിൽ നിന്നും തിരികെ എടുക്കുക എന്നതാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സാറട അവളാണെങ്കിൽ ഒരു വിധത്തിൽ ഓടി നറൂട്ടോയുടെ ഓഫീസിന്റെ തൊട്ട് മുൻപിലെത്തും. ഓഫീസിലാണെങ്കിൽ നറൂട്ടോ അവൻ സാസുകയെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് സാസുകയെ കാണണം. അവനെ കണ്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ സാസുകയെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് നറൂട്ടോ റെഡിയാവും. അപ്പൊ അതേസമയം സാറട അവളാണെങ്കിൽ ഡോറിന് പുറത്തു നിന്ന് നറൂട്ടോ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ കേൾക്കും. ഇവിടെ നറൂട്ടോ അവൻ ഷിക്കമരുവിനോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടേ പറ്റൂ. എന്റെ ഒരു ക്ലൗണിനെ ഞാനിവിടെ നിർത്തി പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. അപ്പൊ സാറട അവളാണെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ ആ ഡോറിന് പുറകിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് അവൾ വീട്ടിലേക്ക് വരും. വീട്ടിലാണെങ്കിൽ സാക്കുറ അവള് തീരെ വയ്യാതെ റെസ്റ്റ് എടുക്കുകയാണ്. സാറയുടെ അടുത്ത സെക്കൻഡ് സാക്കുറയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നറൂട്ടോയെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ വരും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഗ്രാമത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അത് ഷിക്കമരുവെ ഏൽപ്പിച്ച് സാസുകയെ അന്വേഷിച്ച് പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് സാറട അവളും നറൂട്ടോയെ നോക്കി അവന്റെ പിന്നാലെ പോവാൻ അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവൾ അങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ചോച്ചോ അവളുടെ പുറകിൽ വന്ന് ഒരൊറ്റ തട്ട്. സാറടയ്ക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അവളുടെ ജീവൻ പോവും. ഓ മൈ ഗോഡ്, ഇത് നീ ആയിരുന്നോ? സാറട അവളെ മുഴുവനായിട്ട് നോക്കും. അവളുടെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ടായിരിക്കും. ചോച്ചോ പറയും, നീ ഈ ബാഗ് കണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ചു പോകുന്ന ജേണിയാണ്. ഒരുപാട് നാള് ഒരുപാട് സ്ഥലങ്ങളിലൂടെ കറങ്ങി നടക്കേണ്ടതല്ലേ. അതുകൊണ്ട് ബാഗ് നിറയെ ഐറ്റംസും ചിപ്സും ഒക്കെ ഞാൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ആ സുന്ദരനായ ഡാഡി അദ്ദേഹം തന്നെയാണ് എൻ്റെ റിയൽ ഡാഡി. ചോച്ചോ ആണെങ്കിൽ ഒരു ഭാഗത്ത് അവളുടെ പപ്പയെ വർണ്ണിച്ച് തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതേസമയം നറൂട്ടോ അവൻ ഷിക്കമരുവിനോട് യാത്ര പറഞ്ഞ് മുൻപോട്ട് പോവാണ്. ഉടനെ സാറട അവൾ ടെൻഷനായി ഇപ്പൊ ചോച്ചോടെ കൈ പിടിച്ച് വലിച്ച് മുൻപോട്ട് ഓടുകയാണ്. അവൾ ധൃതിയിൽ ഓടുമ്പോ അങ്ങനെ കാല് തട്ടി നിലത്തും വീഴും. അതേസമയം ഇവിടെ ഷിക്കമരുവിന്റെ അടുത്തേക്ക് ബൊറൂട്ടോയും ഷിക്കടയും അവർ രണ്ടുപേരും നറൂട്ടോയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് ഓടിയെത്തും. അത് കണ്ട് ഷിക്കമരു പറയും, നിന്റെ പപ്പ ആൾ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ സാറട അവൾ കറക്റ്റായിട്ട് അത് കാണും. എന്തോ ഒരു ബുദ്ധി വെളിച്ചമുണ്ടായി അവളിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഓടി വരും. അവള് പറയും, ഞങ്ങൾ രണ്ടുപേരും ഒരു ട്രിപ്പ് പോവാണ്. നിനക്ക് വേണമെങ്കിൽ ഈ ലഞ്ച് ബോക്സ് അത് ഞങ്ങള് നറൂട്ടോയെ ഏൽപ്പിക്കാം. ഉടനെ ബൊറൂട്ടോ അവന് ടെൻഷനാവും. വേണ്ട, ഇത് ഉറപ്പായിട്ടും ഞാൻ അമ്മയ്ക്ക് തിരികെ കൊണ്ടുപോയി കൊടുക്കും. എന്റെ അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് അത് അമ്മയും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പക്ഷെ സാറടെ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്യും. അതിനവൻ തീർത്തു പറയും, എന്നോട് എത്ര തവണ പറഞ്ഞു നിന്റെ സഹായം വേണ്ടെന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണോ?
ചോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവള് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധമില്ലെങ്കിൽ ആ ഫുഡ് മുഴുവൻ ഞാൻ തിന്നു തീർക്കാം. സാറട പറയും, നിനക്ക് ഇത്രയും കണ്ണിച്ചോരയില്ലേ? നിന്റെ അമ്മ കഷ്ടപ്പെട്ട് നിന്റെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേസ്റ്റ് ആക്കാൻ ഞാൻ അനുവദിക്കില്ല. ഉടനെ ബൊറൂട്ടോ അവന് വേറെ വഴിയില്ലാതെ ആ ലഞ്ച് ബോക്സ് അവളുടെ കയ്യിൽ കൊടുക്കും. അവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവള് ചോച്ചോയും കൂട്ടി ഇപ്പൊ അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഒരു ശരീരം കണ്ണുള്ള എന്തോ ഒരു ജീവി സാറടയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലൻ അവനിപ്പോ ആ ചിന്ന പയ്യൻ ഷിന്ന് അവനോട് പറയും, നിനക്കിപ്പോ ഒരു ജോലി വന്നിരിക്കുകയാണ്. സാസുകയുടെ മകൾ സാറട അവളെ തട്ടിക്കൊണ്ട് വരിക എന്നതാണ് നിന്റെ മിഷൻ. അവളെ ഹോസ്റ്റേജായി പിടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേസമയം ഇവിടെ സാറടയും ചോച്ചോയും അവർ രണ്ടുപേരും ജീവൻ കളഞ്ഞ് ഓടുകയാണ്. ചോച്ചോ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഒരു ഫുഡ് കൊടുക്കാൻ ഇങ്ങനെ മരിച്ചോടണോ? പക്ഷെ സാറട അവളത് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ടേക്ക് ഓടി വരുമ്പോഴായിരിക്കും സാക്ഷാൽ ഷിൻ അവനിപ്പോ അവരുടെ മുൻപിലേക്ക് ചാടി വീഴുക. ഉടനെ സാറട അവൾ അവനെ കണ്ട് ഷോക്കായി അവനോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? അവൻ കാഷ്വലായിട്ട് പറയും, എന്റെ പേര് ഷിൻ, എന്നെ ഇവിടേക്ക് അയച്ചത് എന്റെ പപ്പയാണ്. ഞാനും ഉച്ചിഹ ക്ലാനിലുള്ള ഒരാളാണ്. എനിക്കിപ്പോ ആവശ്യം നിന്നെയാണ്. അത് കേട്ട് സാറട അവൾ ഷോക്കാവും. സാറട പറയും, ഒരിക്കലുമല്ല, ഉച്ചിഹ ക്ലാനിൽ അവശേഷിക്കുന്നത് ഞാനും എന്റെ പപ്പ സാസുകയും മാത്രമാണ്. ഉടനെ ഷിന്ന് അവനിപ്പോ ഒരു സ്ക്രോൾ അവിടെ വിരിക്കും. അതിനുശേഷം ചെയിനുള്ള ഒരു ശുരിങ്ങം കയ്യിലെടുത്ത് അവളെ ലോക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യും മുമ്പേ അവൻ ആ ഷുരിങ്ങിനെടുത്ത് അങ്ങനെ വീശി എറിയാണ്. സാറടയും ചോച്ചോയും അവർ രണ്ടുപേരും കോമ്പിനേഷൻ അറ്റാക്ക് ഒക്കെ ഉപയോഗിച്ച് അവനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ചോച്ചോയെ അട്ടിച്ചു വീഴ്ത്തും. നീ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇരയാണ്, സോ ആദ്യം നിന്നെ തകർക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ആ ഷുരിങ്കനെടുത്ത് അവൾക്ക് നേരെ കറക്കി എറിയുമ്പോഴായിരിക്കും ആ ഷുരിങ്കം പോലും തട്ടിത്തെറിപ്പിച്ച് ലോർഡ് 7 സാക്ഷാൽ നറൂട്ടോ അവനിപ്പോ അവിടേക്ക് ചാടി വീഴുക. സാറടയും ചോച്ചോയും അവർ രണ്ടുപേരും നറൂട്ടോയെ കണ്ട് ഷോക്കായിട്ട് നിൽക്കും. ഉടനെ നറൂട്ടോ ഷിന്നിനോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാണ്? അതിനവൻ പറയും, ഞാൻ ഷിൻ, ഉച്ചിഹ ക്ലാനിലെ ഒരു ഷിനോബിയാണെന്ന് പറഞ്ഞ് അവനവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ നറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട നറൂട്ടോ അവനവന്റെ കുറാമ മോഡിലേക്ക് മാറി അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം ഈസി ആയിട്ട് രക്ഷപ്പെട്ട് നിൽക്കും. അടുത്ത സെക്കൻഡ് ഷിന്ന് അവന്റെ മങ്കിക്കു ശരീരം കണ്ണ് അത് അവേക്കൻ ചെയ്യും. അത് കണ്ട നറൂട്ടോ അവനാണെങ്കിൽ ഫുൾ കുറാമ ഫോഴ്സ് പവറില് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ചോച്ചോയും സാറടയും അവർ രണ്ടുപേരും നറൂട്ടോയുടെ കുറാമ പവർ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ നറൂട്ടോ അവനവന്റെ ഫുൾ ഫോഴ്സ് എടുത്ത് ഷിന്നിനെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കും. ഷിന്നാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ഓടി അങ്ങനെ ദൂരേക്ക് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഒറ്റ ശരീങ്കനുള്ള ജീവി ഷിന്നിന്റെ അടുത്തേക്ക് വന്ന് ഷിന്നിനോട് പറയും, അത് 7th ഹൊക്കാഗെയാണ്, അവന്റെ പവറിനോടൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല, സോ ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കാമുയി ചിപ്സു ഇതുപയോഗിച്ച് അവർ രണ്ടുപേരും അവിടുന്ന് ഇൻവിസിബിൾ ആയി പോവും. നറൂട്ടോ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് നോർമലായി തീരും. അത് കണ്ട് ചോച്ചോ അവൾ ഓടി വന്ന് നറൂട്ടോയുടെ കൈയൊക്കെ തൊട്ടു നോക്കും. ഇനി ഒരുപക്ഷെ എന്റെ യഥാർത്ഥ അച്ഛൻ ഇവനാണോ എന്നൊക്കെ ചോദിച്ച് നറൂട്ടോ അവർ രണ്ടുപേരെയും ഇപ്പൊ തലയിലൊക്കെ തട്ടി അങ്ങനെ ചേർത്ത് പിടിക്കും. നറൂട്ടോ പറയും, താറട അവരുടെ ലക്ഷ്യം അത് നീയാണ്, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഉടനെ സാറട അവളാണെങ്കിൽ പൊറൂട്ടോ കൊടുത്തുവിട്ട ആ ഫുഡ് നറൂട്ടോയുടെ കയ്യിലേക്ക് കൊടുക്കും. അതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഫുഡ് കഴിക്കും. നറൂട്ടോ പറയും, താങ്ക് യു സോ മച്ച്. ഉടനെ സാറട താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, ബൊറൂട്ടോയോടാണ്. അവനാണ് ഫുഡ് അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നത്. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരെ ഒറ്റയ്ക്ക് തിരികെ വിടാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ രണ്ടുപേർക്കും എന്റെ കൂടെ തന്നെ വരാം. സാറട ഞാൻ പോകുന്നത് നിന്റെ അച്ഛനെ കാണാനാണ്. നിനക്ക് നിന്റെ അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടോ? അത് കേട്ട് സാറട അവളാണെങ്കിൽ മനസ്സിൽ തുള്ളിച്ചാടും. പക്ഷെ ചോയ്ക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടില്ല. അവൾ പൊറുപുറുക്കാൻ തുടങ്ങും. എന്റെ അച്ഛനെ കണ്ടുപിടിക്കാനല്ലേ സത്യത്തിൽ പുറത്തേക്ക് വന്നത്, എന്നിട്ടിപ്പോ അവളുടെ അച്ഛനെ കാണാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിയത്? നാറൂട്ടോ പറയും, ഞാനും സാസുകയും ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഒന്നിച്ചാണ് വളർന്നത്. എന്നോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ കഴിവുള്ള എന്റെ റൈവല് അത് അവൻ മാത്രമായിരുന്നു. എല്ലാത്തിലും
ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളി മറിച്ചുകൊണ്ടേയിരിക്കും. തള്ളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നറൂട്ടോ അവൻ സാറഡയോട് പറയും, സാറഡ നിന്നെ കാണാൻ നിന്റെ അമ്മയെ പോലെ തന്നെയാണ്, പക്ഷെ നിന്റെ അച്ഛന്റെ ഒത്തിരി പവറുകൾ നിന്റെ ഉള്ളിലുണ്ട്. ചോച്ചോ നീ സത്യത്തില് നിനക്ക് ആക്ച്വലി അമ്മയുടെ സ്വഭാവവും അച്ഛന്റെ ശരീരപ്രകൃതിയുമാണ്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് ഓടും. ഓടി ഓടി സാസുക വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ടവറിന്റെ തൊട്ടടുത്തേക്ക് എത്തും. ഓച്ചോ പറയും, എന്നെ കൊണ്ട് വയ്യ ഇനി ഓടാൻ, ഞാൻ ഓൾറെഡി ഫുൾ ടയർഡായി കഴിഞ്ഞു. അങ്ങനെ ചോച്ചോയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവർ റെസ്റ്റ് ചെയ്യും. പക്ഷേ ആരുടെക്കാണെങ്കിൽ അവളുടെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂം പോണെന്ന് പറഞ്ഞ് അവൾ ആ ടവർ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ഉടനെ അവളുടെ കണ്ണുകള് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അതിപ്പോ ഷെരീങ്കനായി മാറിയിരിക്കുകയാണ്. അവൾ ആ ടവറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് നടന്നു വരും. അപ്പൊ ദൂരത്തായിട്ട് വെയിറ്റ് ചെയ്യുന്ന സാസുകയെ കണ്ട് അവള് ഷോക്കാവും. പക്ഷെ സാസുവയ്ക്കാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാവില്ല. അവളുടെ ശരീരം കണ്ണു കണ്ട് അതേതോ ഒരു ശത്രുവാണെന്ന് കരുതി അവൻ വാളെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.